ഭക്ഷണം പാകം ചെയ്യാനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളവുമില്ലാതെ സമീപകാലത്തൊന്നും തലസ്ഥാന നഗരവാസികൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടില്ല. വെള്ളമില്ലാത്തതുകൊണ്ട് ബന്ധുവീടുകളിലേക്ക് പോയവരും കുപ്പിവെള്ളത്തെ ആശ്രയിക്കുന്നവരും ഒരുപാടുണ്ട്. അലക്സ് റാം മുഹമ്മദ് ഈ കുടിവെള്ളം കിട്ടാതെ അലയുന്ന തലസ്ഥാന നഗരിയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട്. വലിയവിള മണ്ണറത്തലയിൽ നിന്നുള്ള കാഴ്ചയാണിത്. കിണറുള്ള എവിടെയോ നിന്ന് വയോധികൻ കുടത്തിൽ വെള്ളം കൊണ്ടുവരുന്നു. ഒന്നല്ല, പല തവണ. ഭക്ഷണമുണ്ടാക്കാൻ വെള്ളത്തിനായി മിനറൽ വാട്ടർ ബോട്ടിലുകൾ വാങ്ങി വരുന്ന യുവാക്കൾ. 2-3 ദിവസമായിട്ട് വെള്ളം ഒട്ടും ഇല്ല, നമുക്ക് യൂസ് ചെയ്യാൻ വെള്ളമില്ല. അവസാനം കടകളിൽ പോയിട്ട് മിനറൽ വാട്ടർ ബോട്ടിലാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കടകളിൽ പോലും മിനറൽ വാട്ടറിൽ നിന്ന് വെള്ളം കിട്ടുന്നില്ല. നമുക്ക് വീട്ടിൽ ടോയ്ലറ്റിലൊക്കെ പോയാൽ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ കുളിക്കാൻ അങ്ങനത്തെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊന്നും നടക്കുന്നില്ല. വെള്ളമെത്തിയാൽ അരി കഴുകി കഞ്ഞിക്കിടണം. ആറ്റുകാൽ മിത്ര നഗറിൽ ഈ അമ്മ കാത്തിരിക്കുന്നു. ഒരു ദിവസം 8 മണിക്ക് വെള്ളം നിന്നതാണ്, പിന്നെ ഇതുവരെ വെള്ളവും വന്നിട്ട്. വേറെ നിവൃത്തിയൊന്നുമില്ല. കുളിക്കാനെങ്കിലും വെള്ളം കുളിക്കാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് കുളിക്കും. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും 4 ദിവസമായി വെള്ളമില്ല. അലക്കും കുളിയും ഒഴിവാക്കാമെന്ന് വെക്കാം. പല വീടുകളിലും ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ ചുരുക്കം ചില ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലായിടവും എത്തുന്നില്ല. നമുക്ക് എല്ലാ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ട്. ബില്ല് കറക്റ്റേ വന്നോളൂ. എത്ര ദിവസം വെള്ളം ഇല്ലെങ്കിൽ ബില്ല് വരും. 4 നാളാ വെള്ളം വരില്ല. വെള്ളം വരില്ല. ബാത്റൂമുക്ക് தான் ரொம்ப കഷ്ടமா இருக்கு. ഇത് വട്ടിയൂർക്കാവ് കാഞ്ഞിരംപാറയിലെ ടാങ്കറിൽ നിന്നുള്ള വിതരണം. ഉള്ളിലേക്ക് ഈ വാഹനം പോകില്ല. പെട്ടി ഓട്ടോറിക്ഷകളിൽ ചെറിയ ടാങ്ക് കയറ്റിവെച്ച് സ്വന്തം നിലയ്ക്ക് ഉൾപ്രദേശത്തേക്ക് വെള്ളം എത്തിക്കുകയാണ് നാട്ടുകാരിൽ ചിലർ. ഈ ഉണ്ണിയുടെ വണ്ടിയാണ്. പുള്ളിയുടെ സഹായത്തോടെ ഇത് അവിടെ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ തെക്ക കുറച്ച് ഭാഗമുണ്ട്, അവിടത്തേക്ക് വേണ്ടി വെള്ളം വേണ്ടി കൊണ്ടുപോകണം. ഇങ്ങനെ പോയി വീണ്ടും തിരിച്ചു വരും. എഴുന്നേറ്റു നടക്കാനാകാത്തവരും രോഗികളും വയോധികരും ഒക്കെ വീടുകളിലുണ്ട്. കാഞ്ഞിരംപാറയിലെ തങ്കത്തിന്റെ കാൽ തളർന്നു പോയതാണ്. വെള്ളം ചുമന്നു കൊണ്ടുവരാനാവില്ല. വീടിന് മുന്നിൽ പാത്രങ്ങൾ നിരത്തിവെച്ച് കാത്തിരിക്കുന്നു. കാഞ്ഞിരംപാറ വന്നെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരണില്ല, വലിയ വണ്ടി ആവുകൊണ്ട് വരില്ല എന്ന് പറയണം. വെള്ളം എടുത്തുകൊണ്ട് തരാനും ആരുമില്ല. ഇന്ന് 4 ദിവസം ആവണം ഭക്ഷണം ഉണ്ടാക്കിയിട്ട്. കുടിവെള്ളമില്ലാതെ പൊറുതിമുട്ടി ബന്ധുവീടുകളിലേക്കും നഗരത്തിന് പുറത്തേക്കും ഒക്കെ പോയവരുമുണ്ട്. പല ആൾക്കാരും താമസം പോലും ഇവിടുന്ന് മാറി അവർക്ക് വെള്ളം കിട്ടുന്ന സ്ഥലത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുകയാണ്. 2 ദിവസം കുടിവെള്ളം മുടങ്ങുമെന്നായിരുന്നു ജലവിഭവ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2ഉം കഴിഞ്ഞ് ഇത് 4ാം ദിവസം. മുന്നറിയിപ്പുണ്ടായിരുന്നു, പക്ഷേ തയ്യാറെടുപ്പുണ്ടായിരുന്നില്ല. അതിൻ്റെ ഫലമാണ് വീടുകൾക്ക് മുന്നിലും പൊതു ഇടങ്ങളിലും പൊതു ടാപ്പുകൾക്ക് മുന്നിലും കാണുന്ന പാത്രങ്ങളുടെ ഈ നീണ്ട നിര. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇതിനിടയിൽ മന്ത്രിമാർ ചില ഉറപ്പൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഉറപ്പൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്നാണ് കടുത്ത ഭാഷയിൽ തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത്. പ്രതിഷേധങ്ങൾക്ക് നേരെ ജലപീരങ്കിയിൽ വെള്ളം ചീറ്റിക്കുന്ന സർക്കാരിന് ദാഹജലത്തിനായി കീഴുന്ന ജനങ്ങൾക്ക് ഒരിറ്റ് വെള്ളമെത്തിക്കാൻ കഴിയില്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത്. അവരുടെ രോഷം നിറഞ്ഞ പ്രതികരണങ്ങളിലേക്ക് നമ്മളിന്ന് കടന്നിരുന്നു. കുളിക്കാൻ പറ്റില്ല, ബാത്റൂമിൽ പോകാൻ പറ്റില്ല, പല്ല് അയക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ജോലിക്ക് പോകണം, നമുക്ക് കുളിച്ച് കോലൊക്കെ പോയിട്ട് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. 3-4 ദിവസം കൊണ്ട് ജോലിയില്ല, ഒന്നുമില്ല. നമുക്ക് ആണുങ്ങൾ എങ്ങനെയും വെളിയിൽ പോയി ആവശ്യം എങ്ങനെയും നടത്താം. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഏത് രീതിയിലായിരിക്കും? അവരെ ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കിയുണ്ട്. 20 രൂപ കൊടുത്ത് കടയിൽ നിന്നാണ് വെള്ളം വാങ്ങിക്കണത്, ഓരോ കുപ്പി വെള്ളം കുടിക്കാൻ വേണ്ടി. അങ്ങനത്തെ ഗതിയിടാം. എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇതിനൊരു സംവിധാനം കണ്ടെത്തണം. കാര്യം ഇന്നലെ ടാങ്കർ ലോറിയിൽ ഇതിൽ മെയിൻ റോഡ് വഴി വെള്ളം പോയി, ബൈ റോഡുകളിൽ വെള്ളം എത്തുന്നില്ല.